നമസ്കാരം. പ്രധാന വാർത്തകൾ. ഡോക്ടർ വന്ദനദാസ് കൊലപാതകം. പ്രതിയുടെ കുറ്റപത്രം വായിച്ചു. കുറ്റം ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ച് പ്രതി. കൊട്ടാരക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട ഡോക്ടർ വന്ദനദാസ് വധക്കേസിലെ സാക്ഷി വിസ്താരം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പ്രതി സന്ദീപിനെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. കൊലപാതക കേസിൽ കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി PN വിനോദ് നേരിട്ടാണ് പ്രതിയെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത്. ഡോക്ടർ വന്ദനയെ കൊലപ്പെടുത്തിയതിന് കൊലപാതക കുറ്റവും കേസിലെ 2 മുതൽ 5 വരെ സാക്ഷികളെ ദേഹോപദ്രവം ഏൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് വധശ്രമവും സർക്കാർ ജീവനക്കാരായ സാക്ഷികളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ആശുപത്രി ജീവനക്കാരെ ആക്രമിച്ചതിനും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് പ്രതിയുടെ മേൽ ചുമത്തിയിട്ടുള്ളത്. തനിക്കെതിരെയുള്ള കുറ്റങ്ങളെല്ലാം വായിച്ചു കേട്ട പ്രതിയോട് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഇല്ല എന്ന മറുപടിയാണ് പ്രതി നൽകിയത്. ഇതിനിടെ പ്രതിയുടെ വിടുതൽ ഹർജി തള്ളിയ കോടതി ഉത്തരവ് ശരിവെച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് മാറ്റിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഭാഗം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു. എന്നാൽ കേസിൽ നിലവിൽ കേസ് നടപടികൾ തുടരുന്നതിനെ സംബന്ധിച്ച് മേൽക്കോടതിയുടെ സ്റ്റേ ഉത്തരവ് ഇല്ലാത്ത കാരണത്താൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് മാറ്റിവെക്കരുതെന്ന് കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ കോടതിയിൽ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഇരുഭാഗത്തിന്റെയും വാദം കേട്ട കോടതി പ്രതിയുടെ ഹർജി തള്ളുകയാണുണ്ടായത്. കേസിൽ സെപ്റ്റംബർ 2 മുതൽ സാക്ഷി വിസ്താരത്തിന് തയ്യാറാകാൻ കോടതി ഇരുഭാഗത്തോടും ആവശ്യപ്പെട്ടു. സാക്ഷി വിസ്താരം ഷെഡ്യൂൾ ചെയ്യാനായി കേസ് ഈ മാസം 24-ലേക്ക് മാറ്റി. ആമേഴിഞ്ചാൻ അപകടം. റെയിൽവേക്ക് നോട്ടീസ് അയച്ച മനുഷ്യാവകാശ കമ്മീഷൻ. ആമേഴിഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ തൊഴിലാളി മരിച്ച സംഭവത്തിൽ റെയിൽവേക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചു. ഡിവിഷണൽ റെയിൽവേ മാനേജർ 7 ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണം. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത്. നേരത്തെ തിരുവനന്തപുരം ജില്ലാ കളക്ടർക്കും നഗരസഭാ സെക്രട്ടറിക്കും നോട്ടീസ് അയച്ചിരുന്നു. സംഭവത്തിൽ അന്തിമവിധി പറയുന്നതിന് മുമ്പ് റെയിൽവേയുടെ വിശദീകരണം കേൾക്കേണ്ടത് അനിവാര്യമായതിനാലാണ് നടപടി. അതേസമയം അപകടത്തിന്റെ ഉത്തരവാദിത്തം റെയിൽവേയുടേതല്ലെന്നും ടണലിൽ അടിഞ്ഞത് റെയിൽവേ ഭൂമിയിലെ മാലിന്യമല്ലെന്നും ഡിവിഷണൽ റെയിൽവേ മാനേജർ നേരത്തെ പറഞ്ഞിരുന്നു. കുടുംബ പ്രശ്നം. ഹരിപ്പാട് ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ച യുവാവും അമ്മയും അറസ്റ്റിൽ. കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഭർത്താവിന്റെ കുത്തേറ്റ് ഭാര്യയ്ക്ക് പരിക്ക്. സംഭവത്തിൽ തൃക്കുന്നപ്പുഴ വലിയപറമ്പ് രാജി നിവാസിൽ രാജേഷ്, അമ്മ സരസ്വതി എന്നിവരെ തൃക്കുന്നപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. കുത്തേറ്റ രാജേഷിന്റെ ഭാര്യ വൃന്ദമോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ അപകടനില തരണം ചെയ്തതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു വൃന്ദയെ രാജേഷ് കുത്തി പരിക്കേൽപ്പിച്ചത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് തർക്കത്തിനൊടുവിൽ രാജേഷ് പിച്ചാത്തിക്കൊണ്ട് വൃന്ദയുടെ വയറ്റിൽ കുത്തുകയായിരുന്നു. തുടർന്ന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാജേഷും അമ്മയും പോലീസ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കി ഇരുവരെയും റിമാൻഡ് ചെയ്തു. കോഴിക്കോട് നാളെ അവധിയില്ല. വ്യാജവാർത്ത പ്രചരിപ്പിച്ചാൽ കർശന നടപടി. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കളക്ടർ. പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഇത്തരം വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ക്രിമിനൽ കേസ് ഉൾപ്പെടെയുള്ള കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയെ മദ്യം നൽകി പീഡിപ്പിച്ചു. ദമ്പതികൾ അറസ്റ്റിൽ. സംഭവം ചെന്നിത്തലയിൽ. ആലപ്പുഴ ചെന്നിത്തലയിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയെ മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ ദമ്പതികൾ അറസ്റ്റിൽ. പെൺകുട്ടിയുടെ ബന്ധുക്കളാണ് അറസ്റ്റിലായത്. 38-കാരനായ ബന്ധുവാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. ഭാര്യയുടെ അറിവോടെയാണ് ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നത്. പെൺകുട്ടിയുടെ അമ്മ വിദേശത്തായതിനാൽ ബന്ധുക്കളായ ദമ്പതികളുടെ വീട്ടിൽ നിന്നാണ് ഹൈസ്കൂൾ വിദ്യാർത്ഥി പഠിച്ചിരുന്നത്. സ്കൂൾ കൌൺസിലിംഗിനിടെയാണ് പെൺകുട്ടി പീഡന വിവരം പറയുന്നത്. തുടർന്ന് അധ്യാപകൻ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോക്സോ കേസെടുത്ത പോലീസ് പെൺകുട്ടിയുടെ ബന്ധുക്കളായ ദമ്പതികളെ ഇന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അറസ്റ്റിലായവർ പെൺകുട്ടിയുടെ അടുത്ത ബന്ധുക്കളായതിനാൽ നിയമപ്രശ്നങ്ങളുള്ളതിനാൽ ഇവരുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല.